ലോകത്തെ നിശ്ചലമാക്കിയ COVID-19 മഹാമാരി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. സമ്പദ്ഘടനയെ മുതൽ വിദ്യാഭ്യാസ പ്രക്രിയ വരെ അത് മാറ്റിമറിച്ചു. ലോക്ക്ഡൌണിനെ തുടർന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചപ്പോൾ നമ്മുടെ എല്ലാ വീടുകളും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസ് റൂമുകളായി മാറി. ഒരു കാലത്ത് കുട്ടികളെ മൊബൈൽ ഫോൺ എടുത്തു വെക്കൂ എന്ന് പറഞ്ഞ മാതാപിതാക്കൾ കുട്ടികളെ മൊബൈൽ നോക്കി പഠിക്കൂ എന്ന് പറയുന്നത് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 5 മാസക്കാലം ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾ മുന്നേറുമ്പോൾ അത് കുട്ടികൾക്ക് മുന്നിൽ വെക്കുന്ന അവസരങ്ങളും വെല്ലുവിളികളും എന്താണ്? അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സൈബർ അഡിക്ഷനിലേക്ക് കുട്ടികൾ മാറുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചു പിടിക്കുവാൻ നമുക്ക് സാധിക്കും? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഓൺലൈൻ ആകുന്ന വിദ്യാഭ്യാസം, ഓഫ്ലൈൻ ആകുന്ന കുട്ടികളും കുടുംബവും. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു സാമൂഹിക നിരീക്ഷകൻ പ്രൊഫസർ KM ഫ്രാൻസിസ്, തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ബേസിൽ, പേരന്റ് പ്രതിനിധി അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, സോഷ്യൽ സൈക്കോളജിസ്റ്റും റേസ് ടു എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടറുമായ ശ്രീ ജിൻഡോ മാത്യു, തൃശൂർ ദേവമാത CMI പബ്ലിക് സ്കൂൾ അധ്യാപിക ശ്രീമതി ജിജി. 5 പേർക്കും സ്വാഗതം. നമ്മൾ ഈ ചർച്ച ഇന്ന് ആരംഭിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു മിടുക്കനാണ്. ശങ്കരൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ മാനേജ് ചെയ്യുന്ന നിതിനാണ് നമ്മുടെ കൂടെ നിന്നുള്ളത്. നിതിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. വളരെ ക്രിയേറ്റീവായ വീഡിയോസ് ഒക്കെയാണ്. എന്നാൽ നിതിൻ്റെ പഠിത്തത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിതിന് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ എത്ര സമയം ഓൺലൈൻ ക്ലാസ് ഉണ്ട്? അതുപോലെ ഇങ്ങനെ ഒത്തിരി സമയം ഓൺലൈൻ ക്ലാസ്സിന് മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ നിതിന് ബോറടിക്കാറുണ്ടോ? അങ്ങനെ ബോറടിക്കുന്ന സമയത്താണോ ഇത്തരം വ്ളോഗുകളൊക്കെ ഈ ചാനലിൽ കാണുന്നത്? എന്താണ് നിതിനെ പറയാനുള്ളത്? അതെനിക്ക് ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ശിശുകാർ UPS സ്കൂളിലാണ്. വഴുതക്കാടാണ്, തിരുവനന്തപുരത്തെ വഴുതക്കാടാണ്. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിനെ കാട്ടിലും കൊള്ളാന്നുള്ള നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ഇരുന്ന് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാം, നമുക്ക് കളിക്കാം. പിന്നെ ആണെങ്കിൽ നമുക്ക് ടീച്ചർ എഴുതുമ്പോൾ അതിൻ്റെ ടീച്ചറിൻ്റെ കൂടെ എഴുതി പോവാം. പിന്നെ ടീച്ചറിൻ്റെ അടുത്ത് എന്തെങ്കിലും പരിപാടി ചോദിച്ചാൽ അപ്പം തന്നെ ആൻസറും കിട്ടും. അതാണ് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് വേണ്ട എന്ന് പറയുന്നത്. കൊറോണ ആയിട്ട് എനിക്ക് സിറ്റുവേഷൻ അറിയാം. ടീച്ചറൊക്കെ നല്ല സപ്പോർട്ടാണ്. ഓൺലൈൻ ക്ലാസ് കൊള്ളൂലെന്നല്ല, എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഓൺലൈൻ ക്ലാസ്സിനെക്കാളും നമുക്ക് സ്കൂളിൽ ചെന്ന് പഠിക്കാനാണ് എനിക്ക് ഇഷ്ടം. പിന്നാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ചോദിച്ചുടനെ തന്നെ മറുപടിയൊക്കെ കിട്ടും. നല്ല സപ്പോർട്ട് തന്നെയാണ്. ടീച്ചറൊക്കെ നല്ല മറുപടിയൊക്കെ കിട്ടും. പിന്നാണെങ്കിൽ വിളിച്ചു ചോദിച്ചാലും മറുപടിയൊക്കെ അപ്പം തന്നെ കിട്ടും. ഇപ്പൊ നമുക്ക് ബോർഡിൽ എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് ബുക്കിലൊക്കെ എഴുതി ഇട്ട് തരും. അപ്പൊ തന്നെ നമുക്ക് മറുപടിയൊക്കെ കിട്ടും. ബോർഡാണെങ്കിൽ വലുതാണ്, ബുക്കാണെങ്കിൽ ചെറുതല്ലേ. അതുകൊണ്ട് നമുക്ക് എഴുതിയെടുക്കാം. കുഴപ്പമില്ല നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയാലും. പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം എനിക്ക് സ്കൂളിൽ ചെന്ന് പഠിക്കാനാണ് ഇഷ്ടം. ഈ ശങ്കരന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ, ഈ കുഞ്ഞു കുട്ടികൾ വരെ ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒക്കെ മുമ്പിൽ ഭയങ്കര സ്ട്രെസ്സാണ്. അവർക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ക്ലാസ് ആണ്. ഇങ്ങനെയുള്ള കുട്ടികളോട് ശങ്കരൻ എന്താണ് പറയാനുള്ളത്? അതെനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കേണ്ട. കൊറോണയ്ക്ക് ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോകും. നിങ്ങൾ നമ്മളെ പോലെ ചില്ലായിരിക്കും ഗായ്സ്. നിങ്ങളും ചില്ലായിരിക്കും. പെട്ടെന്ന് തന്നെ സ്കൂളൊക്കെ തുറന്ന് സെറ്റ് ആകും ഗായ്സ്. നമ്മൾ പഴയതുപോലെ നമ്മൾ ഇനി സ്കൂളിൽ പോകും ഗായ്സ്. ഓക്കെ ശങ്കരൻ, എല്ലാവിധ ആശംസകളും യൂട്യൂബ് ചാനലിന്. ഇനിയും കൂടുതൽ ക്രിയേറ്റീവായ വീഡിയോസുമായിട്ട് വരിക. ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഒത്തിരി നന്ദി. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, താങ്കൾ 5 കുട്ടികളുടെ പിതാവ് കൂടിയാണ്. ഈ ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസം മൊത്തത്തിൽ ഓൺലൈനായി മാറിയപ്പോൾ ഒരു പിതാവ് എന്ന നിലയിൽ താങ്കളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് താങ്കൾ നേരിട്ടത്? അതുപോലെ ഈ 5 മാസക്കാലമായി വിദ്യാർത്ഥികളൊക്കെ ഓൺലൈനിലേക്ക്
മാറുമ്പോൾ താങ്കൾ എന്തൊക്കെ ആശങ്കകളാണ് താങ്കളുടെ മുന്നിൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന സമയത്തെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിൽ കാണുന്നത്? അഡ്വക്കേറ്റ് ജസ്റ്റിൻ. ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു മഹാമാരിയുടെ നടുവിലും നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണമെന്ന ചിന്തയോടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ധീരമായ നടപടിയെടുത്ത സംസ്ഥാന സർക്കാരിനെയും അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും എല്ലാം അഭിനന്ദിക്കാതെ പറ്റില്ല. എങ്കിലും ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ധൃതി പിടിച്ച് നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നേരിട്ട വെല്ലുവിളികൾ, അത് മാനേജ്മെൻറ്റ് തലം മുതൽ വിദ്യാർത്ഥികൾ വരെയുള്ള വിഭാഗത്തിന് നേരിട്ട വെല്ലുവിളികളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം. ഗവൺമെൻറ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാര്യം അവതരിപ്പിച്ചുവെങ്കിലും നമുക്ക് തന്നെ അറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങളില്ലാതെ, ടി വി ഇല്ലാതെ, മൊബൈലില്ലാതെ കഷ്ടപ്പെട്ടൊരു സമൂഹം. ചില കുടുംബങ്ങളിൽ 4-5 മക്കൾ എന്നെപ്പോലുള്ള കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. മൊബൈലിന് വേണ്ടി, ടാബ്ലറ്റിന് വേണ്ടിയൊക്കെ ഓടി നടന്നു. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വിക്ടേഴ്സ് ചാനലുണ്ട്. പക്ഷേ അൺഎയ്ഡഡ് മേഖലകളിൽ CBSE, ICSE സിലബസുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് പാരൻസിന് വൻ ബാധ്യതകളാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്, നേരത്തെ നൽകിയതും. കാരണം അറ്റ് എ ടൈം 3-4 പേർക്ക് ക്ലാസ് നടക്കുമ്പോൾ ഫോണിൻ്റെ ആവശ്യകത വരുന്നു, അതുപോലെ നെറ്റിൻ്റെ ആവശ്യകത വരുന്നു, എല്ലാ ഫോണും ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നു, സ്കൂളിലെ ഫീസും കുറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ നേരിടേണ്ട വന്ന വെല്ലുവിളികൾ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മാനേജ്മെൻറ്റും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം മാനേജ്മെൻറ്റ് ഇതൊന്ന് തുടങ്ങിക്കിട്ടാൻ ഗവൺമെൻറ് വിഭാവനം ചെയ്ത ആ പദ്ധതി നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. അവർക്കും അവരുടേതായ സ്ട്രഗിൾ നേരിട്ടിട്ടുണ്ട്. ഇതിലേറ്റവും കഷ്ടപ്പെട്ട 2-3 വിഭാഗങ്ങൾ, ഒന്ന് അധ്യാപകരാണ്. അവർക്കിതിനു മുമ്പ് അങ്ങനെ ഒരു ശീലമില്ല. ക്ലാസ് മുറിയിൽ മക്കളുടെ മുമ്പിൽ പോയി നിന്ന് തങ്ങൾ പഠിച്ചതും അറിഞ്ഞതും അനുഭവിച്ചതുമായ വിദ്യ അവർക്ക് കൈമാറി കൊടുത്തിരുന്ന രീതിയിൽ നിന്ന് പെട്ടെന്ന് മൊബൈലിന് മുമ്പിലാണെങ്കിലും ആ ക്യാമറയിൽ നിന്നുകൊണ്ട് വിദ്യ ഓതി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഇത് തന്നെയാണ് പാരൻസിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വരുന്ന സാധനം എങ്ങനെ ഈ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും? ഒരു അധ്യാപകയുടെ റോള് അപ്പനും അമ്മയും എടുക്കേണ്ടി വരുന്ന അവസ്ഥ. പ്രത്യേകിച്ചും എംപ്ലോയിഡ് ക്ലാസ്സിനെ ഇത് വളരെയധികം ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കാര്യത്തിൽ, ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാവിലെ 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് 9 മണിക്ക് 8 മണിക്ക് ഓഫീസിലൊക്കെ പോകുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് ഓഫീസിൽ പോയി വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്ന കുടുംബം ഇന്ന് രാവിലെ 6 മണി തൊട്ട് രാത്രി 8 മണി വരെ ഒരു സ്കൂളായിട്ട്, ഒരു കലാലയമായിട്ട് മാറ്റപ്പെട്ടു. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് കിട്ടേണ്ട റെസ്റ്റ് നഷ്ടപ്പെട്ടു. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജസ്റ്റിൻ. പ്രൊഫസർ KM ഫ്രാൻസിസ് കഴിഞ്ഞ 40 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് സാറ്. ഇപ്പോൾ പോലും ഓൺലൈനായിട്ട് വിദ്യാഭ്യാസം, അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നുമുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസം സജീവമാണ്. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ക്ലാസ് റൂമുകളൊക്കെ ഓൺലൈനായി മാറുന്നു. ഡെസ്കും ബെഞ്ചും ഒക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ ഡസ്റ്ററും ചോക്കും ഒക്കെ മാറിയിട്ട് അത് സൂമിലും ഗൂഗിൾ മീറ്റിലുമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ പറിച്ചു നടുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്, ഒരു രോഗിയായിരിക്കുമ്പോഴാണ് മനുഷ്യൻ ഊന്നുവടികൾ ഉപയോഗിക്കുക. ഒരിക്കലും ജീവിതകാലം മുഴുവൻ ആരോഗ്യമുള്ളവൻ ഊന്നുവടി ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ പ്രാഥമികമായി നാം കാണേണ്ടത്, ഇത് എല്ലാ കാലത്തേക്കുള്ള ഒരു നല്ല സംവിധാനമായി ഒരിക്കലും നാം പരിഗണിക്കരുത്. ഇത് അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമായി വന്നപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്നതിലപ്പുറത്തേക്ക് ഇതിനെ പരിഗണിക്കരുത് എന്നതാണ് എൻ്റെ ഒന്നാമത്തെ നിർദ്ദേശം. അങ്ങനെ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ മുഖത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പലപ്പോഴും അധ്യാപകരായ ഞങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ട്രാക്ക് തന്നെ മാറ്റിക്കൊണ്ടുപോകും.
അപ്പോൾ ഒറ്റ രീതിയിലല്ല പഠിപ്പിക്കാൻ ആരംഭിച്ചതും പദ്ധതിയിട്ടതുമായ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് കുട്ടികളുടെ മുഖഭാവത്തിനും അവരുടെ പ്രതികരണത്തിനും അനുസരിച്ച് മാറി 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 ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ പോലെയാണ് നല്ല അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഓൺലൈനിലേക്ക് വന്നതോടുകൂടി ഞാൻ അനുഭവിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഒരു ഒറ്റയ്ക്കുള്ള ഒരു ഏകാംഗ നാടകം പോലെ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചിലർ മാത്രം ഇത് പറയുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് തരം താന്നു പോകുന്നുണ്ട് എന്നത് ആദ്യമായി തന്നെ നാം തിരിച്ചറിയണം. അപ്പോൾ ഈ ക്ലാസ്സിനെ അതിൻ്റേതായ ഒരു ഇഫക്റ്റീവ്നെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഓരോ വിദ്യാർത്ഥികളും ഓരോ വീട്ടിലും ഓരോ മുറിയിലിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ പഠനത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് അധ്യാപകന്മാർ മാത്രമല്ല, എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ സഹവിദ്യാർത്ഥികളും കൂടെയാണ്. പിന്നോക്കക്കാരനായിരുന്ന എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും. അവൻ ക്ലാസ്സിൽ വെച്ച് തന്നെ ക്ലാസ് നടക്കുമ്പോൾ പോലും എൻ്റെ നോട്ട് പുസ്തകത്തിൽ എഴുതി തരും. അങ്ങനെ അധ്യാപകൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കും. അങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് അധ്യാപകനും വിദ്യാർത്ഥിയും മാത്രമല്ല വിദ്യാർത്ഥികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളിൽ സാധ്യമാകുന്നില്ല എന്നത് വലിയ ഒരു പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അധ്യാപകരും ഈ പൊതുസമൂഹവും വിദ്യാഭ്യാസത്തെ നയിക്കുന്നവരുമായ ഭരണകർത്താക്കളും ശ്രദ്ധയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടി ഒരു നിശ്ചിത സമയത്തിന് ശേഷവും ആ മുറിയിലിരിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷം. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും ക്ലാസ്സിലിരുന്ന് കുട്ടികൾ അങ്ങോട്ട് തോണ്ടുന്നു ഇങ്ങോട്ട് തോണ്ടുന്നു, അതൊക്കെ ഡിസ്റ്റർബൻസ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിലൂടെയാണ് അവൻ്റെ മാനസിക പക്വത നിലനിർത്തുന്നത് തന്നെ. അങ്ങനെയുള്ളൊരു സാധ്യത ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് നാം മുൻകൂട്ടി അതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്, അതിന് പരിഹാരം നൽകേണ്ടതാണ്. നാലാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്. ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ ഒരു കാര്യം പഠിച്ചു വന്നാൽ അത് നല്ലതാണ്. എന്താണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്? നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും ഉപയോഗിക്കാവുന്ന ഒരു അവസരമാണ്. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയെ സംബന്ധിച്ച് ഏതൊരു വിഷയത്തെക്കുറിച്ചും വിരൽത്തുമ്പിലിരിക്കുന്ന ഇൻഫർമേഷൻ അവൻ പരിശോധിച്ച് വരികയാണെങ്കിൽ അവന് വളരാനുള്ള ഒരു സാധ്യത അതിലുണ്ട്. കാരണം ഞാൻ പോലും ഈ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം പല കാര്യങ്ങളും ഇപ്പോൾ സമയം കൂടുതൽ ലഭിക്കുന്നു. അപ്പോൾ ഈ ഓൺലൈനിൽ നോക്കി സ്വയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാദർ ജോസ് ബേസിൽ, ഈ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ നേരിടേണ്ടി വന്ന ഒരു വിഭാഗം നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെയാണ്. ഒരു മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ലോക്ക്ഡൗണിന് ശേഷം സ്കൂളുകൾ അടയ്ക്കപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം ഒക്കെ നമ്മൾ കൃത്യമായി നടപ്പാക്കുന്നത്? ഈ ഒരു ഓൺലൈൻ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ വെല്ലുവിളികളാണ് ഒരു മാനേജ്മെന്റ് നേരിട്ടത്, അല്ലെങ്കിൽ അത് ഇപ്പോഴും അവർ മുൻപിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഫാദർ ബേസിൽ. ഈ COVID-19 എന്ന മാരകവും ഭീകരവും ഭയാനകവുമായ അവസ്ഥ വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചു. നമുക്കറിയാം, ഒരു പ്രവൃത്തി ദിവസം, ആ പ്രവൃത്തി ദിവസത്തിലെ 9 മണി മുതൽ അല്ലെങ്കിൽ 10 മണി മുതൽ 4 വരെയുള്ള സമയമായിരുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടി നിശ്ചിതമായിട്ട് മാറ്റിവെക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ 24 മണിക്കൂറും വേണമെങ്കിൽ ക്ലാസ് അവറുകളായിട്ട് രൂപാന്തരപ്പെടുത്താൻ മാറ്റുമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു ചിന്താഗതിയെ ലോകം പരിചയപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. 40 മിനിറ്റുള്ള ഒരു ക്ലാസ്, 1 മണിക്കൂറുള്ളൊരു ക്ലാസ്, ആ ഒരു കൺസെപ്റ്റിൽ നിന്നും രാവിലെ ക്ലാസ് തുടങ്ങുന്നു, രാത്രിയിൽ ക്ലാസ് അവസാനിക്കുന്നു,
രാത്രിയിൽ തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പാകത്തിൽ കുട്ടികളായിത്തീരുന്നു. സ്ട്രക്ചറലി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തന മേഖല മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം സമൂഹത്തെ അപ്പാടെ സംബന്ധിച്ചിടത്തോളം ഈ ഓൺലൈൻ വിദ്യാഭ്യാസം വലിയ ഒരു ചർച്ചയ്ക്ക് വിധേയമായി, വലിയ ഒരു നിരീക്ഷണത്തിന് വിധേയമായി. അധ്യാപകർ മാറേണ്ടതായിട്ട് വന്നു, മാതാപിതാക്കൾ മാറേണ്ടതായിട്ട് വന്നു, മാനേജ്മെൻറ്റ് മാറേണ്ടതായിട്ട് വന്നു, കുട്ടികൾ മാറേണ്ടതായിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും വലിയ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസം ലോകമെമ്പാടും, പ്രത്യേകിച്ച് നമ്മുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവമാണ്. മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തണം, അധ്യാപകരെ തൃപ്തിപ്പെടുത്തണം, സമൂഹത്തെ തൃപ്തിപ്പെടുത്തണം, ഡിപ്പാർട്ട്മെൻറ്റിനെ തൃപ്തിപ്പെടുത്തണം, കുട്ടികളെ തൃപ്തിപ്പെടുത്തണം, സമൂഹത്തെ തൃപ്തിപ്പെടുത്തണം. ഒരു ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പഠന പ്രക്രിയ എല്ലാവരിലേക്കും ഓപ്പണായി ആർക്കും ഒരു ടീച്ചറിനെ വിലയിരുത്താം, ഒരു മാനേജ്മെൻറ്റിനെ വിലയിരുത്താം എന്നുള്ളതായി. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു സിലബസിനെ മറ്റൊരു സ്കൂളിലെ മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക് വേണമെങ്കിൽ അറിയാനായിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഈ കാലഘട്ടം തുറന്നു വെച്ചു എന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കുക, എല്ലാവരും മാറേണ്ടി, അടുത്ത കാലങ്ങളിൽ എല്ലാവരും, കുടുംബങ്ങളും സമൂഹങ്ങളും കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും ഒരുപോലെ മാറേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ COVID-19 എന്ന് പറയുന്ന കാലഘട്ടം. വ്യക്തമാണ്. ശ്രീമതി ജിജി, ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ കേട്ട ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇതായിരുന്നു. ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോൾ അധ്യാപകരുടെ ജോലി കുറഞ്ഞു എന്ന് ഒരു പക്ഷവും അധ്യാപകരുടെ ജോലി ഭാരം കൂടി എന്ന് ഒരു പക്ഷവും, അധ്യാപകർക്ക് ഇപ്പോൾ കൊടുക്കുന്ന ശമ്പളം ഈ ഓൺലൈൻ വിദ്യാഭ്യാസമായപ്പോൾ അത്രയും ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷവും ഇങ്ങനെയുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ ലോക്ക്ഡൌണിന് ശേഷം ഈ ഓൺലൈൻ വിദ്യാഭ്യാസം സജീവമായപ്പോൾ നിങ്ങളുടെ ജോലി ഭാരം അതിനെ എങ്ങനെയാണ് അത് ബാധിച്ചത്? താങ്ക് യു എന്നെ ഇൻവൈറ്റ് ചെയ്തതിനെ ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഇതിലിപ്പോ എനിക്ക് രണ്ട് ഭാഗമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ആൻഡ് ഇത് എനിക്ക് ഒരു പ്രോസ് ആൻഡ് കോൺസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ജോലി ഭാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി ഭാരം ഉണ്ട്. ബിക്കോസ് നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും പിന്നെ ഈ ഓൺലൈനിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചിങ് റിസോഴ്സസ് അല്ലെങ്കിൽ എയിംസ് നമ്മളത് തയ്യാറാക്കേണ്ടിയിരിക്കണം. യെസ്, ആദ്യം മുതലേക്ക് ഞങ്ങൾ കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ശമ്പളത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ നമുക്ക് റിസോഴ്സസ് അവൈലബിലിറ്റി നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് വെച്ചിട്ട് കുട്ടികളെ എത്രത്തോളം അവരെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റണു എന്നുള്ളത് നമുക്ക് കുറച്ച് സ്ട്രെസ് ലെവൽസ് ഉണ്ടായിരുന്നു. പാരന്റ്സിന്റെ ആങ്ഷ്യസ് മൊമെന്റ്സ്, ഭയങ്കര ടെൻഷനായിരുന്നു പാരന്റ്സിനെ, എങ്ങനെ ഇത് അവര് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ കുറെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് 1-2 മാസങ്ങളായപ്പോ ഞങ്ങൾ ആ സ്ലോട്ടിലോട്ട് വീണു. എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം. കുറെ ടീച്ചേഴ്സ് കുറെ കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എങ്ങനെ കുട്ടികൾക്ക് മാക്സിമം ഇൻപുട്ട് കൊടുക്കാം എന്നുള്ളത് ഞങ്ങൾ പഠിച്ചു. ബട്ട് ഡെഫിനറ്റ്ലി സ്ട്രെസ് ലെവൽ ഞങ്ങൾക്കുണ്ട്. ഏറ്റവും കൂടുതൽ സ്ട്രെസ് ലെവൽ വരുന്നത് ഞങ്ങൾക്ക് ഹെൽത്തി ബോണ്ട്, കുട്ടികളായിട്ടുള്ള ഹെൽത്തി ബോണ്ട് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഗ്രാസ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ കുട്ടികളുടെ അവരുടെ ലേണിംഗ് എബിലിറ്റി വ്യത്യാസമായിരിക്കും. അത് ഭയങ്കരമായിട്ടും ബാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അവരെ എൻകറേജ് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല. കിട്ടുന്ന ടൈം, ദാറ്റ് ഈസ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഉള്ള ടൈമിൽ എത്രത്തോളം ഞങ്ങൾ അവരെ
നമ്മുടെ സ്ക്രീൻ ടൈമിലോട്ട് അവർക്ക് മോണിറ്റർ ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കൊരു ഫീലിംഗ് വരാറുണ്ട് എപ്പോഴും. അവർക്ക് മനസ്സിലായിട്ടുണ്ടോ, അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ചില കുട്ടികളെ കുറച്ച് ഡിലേഡ് ആയിട്ടായിരിക്കും മനസ്സിലാവുന്നത്. അപ്പൊ അവരെ തൊട്ടറിഞ്ഞ് അവരെ കൂടുതൽ വേറെ സ്ട്രാറ്റജിയിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ചാലഞ്ചസ് അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ ആസ് ഫാർ ആസ് ഞാൻ ടീച്ചർ ദേവമാത സ്കൂളിൽ ഞാനൊരു കിൻഡർ ഗാർഡൻ ടീച്ചറും കോർഡിനേറ്ററാണ്. അപ്പൊ ഞങ്ങൾ തുടങ്ങിയത് ആദ്യം ഓഫ്ലൈൻ മോഡാണ്. ദാറ്റ് ഇസ് വീഡിയോസ് എടുത്തിട്ട് അത് ടീച്ചേഴ്സ് ആപ്പിൽ കൂടെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു ഞങ്ങൾക്ക്. എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത്, അതൊക്കെ ഞങ്ങൾക്ക് ഒരു പുതിയൊരു ആഡഡ് ബോണസ് ആയിരുന്നു ഞങ്ങൾക്ക്. സൈക്കോളജിസ്റ്റ് ശ്രീ ജിൻഡോ മാത്യു, നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ക്ലാസ് റൂമിൽ കിട്ടുന്ന ഒരു അറിവ് മാത്രമല്ലല്ലോ. അവർക്ക് കളിസ്ഥലങ്ങളുണ്ട്, കൂട്ടുകാരുമായിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട്, എല്ലാ സാധ്യതകളുമുണ്ട്. ഇനി ക്ലാസ് റൂം വിട്ട് വീട്ടിൽ വന്നാൽ അയൽവക്കത്ത് കൂട്ടുകാരുണ്ട്, അവരുമായിട്ട് സംസാരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ വന്നിരുന്ന ഒരു സമയത്താണ് ലോക്ക്ഡൗൺ വരികയും നമ്മുടെ കുട്ടികൾ വീടിൻ്റെ ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം രാജ്യം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം ഉണ്ടായത്. നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഇത്തരം ഓൺലൈൻ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിലുള്ള അവരുടെ ജീവിതവും ഒക്കെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? എങ്ങനെയാണ് താങ്കൾ ഈ ഒരു കാര്യത്തെ നിരീക്ഷിക്കുന്നത്? താങ്ക് യു നിതിൻ. മാറ്റം എല്ലാ കാലത്തും ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സാഹചര്യങ്ങളിലും ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റത്തിനോട് റെസിസ്റ്റന്റ് ആകുന്ന ഒരു സമൂഹത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഡാർവിൻ പറഞ്ഞത് ഓൺലി ദ ഫിറ്റസ്റ്റ് വിൽ സർവൈവ്. ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവർ മാത്രം സർവൈവ് ചെയ്യുമെന്ന് നമ്മളുടെ മുൻപിൽ അറിവുള്ള ആളുകൾ പലപ്പോഴും പറഞ്ഞിരുന്നത് ഇപ്പോഴും പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഇത്തരം സാഹചര്യത്തിൽ എനിക്ക് ഒരു ചലഞ്ചായിട്ട് തോന്നുന്നു. ബേസിക്കലി നിതിൻ ചോദിച്ച ചോദ്യത്തിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഡെവലപ്മെന്റ് പലതരത്തിലുള്ള ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. അതിൽ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട തിയറികൾ. ഒന്നൊരു സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയും. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ജനിക്കുന്ന കുട്ടി മുതൽ നമ്മുടെ യാത്രയിൽ, നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടെ സ്കില്ലുകൾ ബിൽഡ് ചെയ്യപ്പെടുന്നത്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്യപ്പെടുന്നത്, നമ്മളുടെ മനോഭാവങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നതൊക്കെ എങ്ങനെയാണ്? നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോഴാണ്. ചുറ്റുമുള്ള ആളുകളുമായി, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുമായി, അവരുടെ ജീവിതങ്ങളുമായി, അവർ ചെയ്യുന്ന കാര്യങ്ങളുമായി, അതിന് കിട്ടുന്ന റെസ്പോൺസുമായി അത് എങ്ങനെയാണ് അവരെ ബാധിക്കുന്നതെന്ന് കണ്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി മുഴുവൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇത്തരം ഒരു വലിയ പോസിബിലിറ്റി ഒരു പക്ഷേ കഴിഞ്ഞ 3-4 മാസങ്ങളായി നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതൊരു 2 തരം. ഞാൻ വിചാരിക്കുന്ന ഒരു ചെറിയ കുട്ടികൾ, നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വിചാരിക്കും ചെറിയ കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. ചെറിയ കുട്ടികളെ മാത്രമല്ല, ഇതൊരു ടീനേജേഴ്സിനെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു ചെറിയ കുട്ടികൾ, ഒരു കിൻഡർ സ്റ്റേജിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ലേണിംഗ് തുടങ്ങുന്ന സമയമാണ്. ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ലേണിംഗ് ഒന്ന് റീകൺഫേം ചെയ്യുന്ന സമയമാണ്. ഈ 2 സാഹചര്യത്തിലും ഈ ഒരു സോഷ്യൽ ലേണിംഗ് കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കുറവ്, അവരൊരു ചെറിയ മുറിയിൽ അടച്ചിട്ട് ഒരു ചെറിയ വീടിനുള്ളിൽ അവരെന്നും കാണുന്ന ആളുകളിൽ നിന്ന് മാത്രം അവരിങ്ങനെ ലേൺ ചെയ്യുന്നിടത്ത് ആ ഒരു ലേണിംഗ് പ്രശ്നങ്ങളുണ്ട്. ബിഹേവിയർ ഡെവലപ്മെന്റ് തിയറിയാണ്. ഓരോ വ്യക്തിയുടെയും ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ നോളജ് എന്തുമാത്രം വലുതാവുന്നു, നമ്മുടെ പെർവ്യൂ, നമ്മൾ റീച്ച് ചെയ്യുന്ന ആളുകൾ, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ എത്ര വലുതാവുന്നു, അതിനനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യപ്പെടും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനും ഒരു സാഹചര്യം കുറവുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും ഞാൻ വ്യക്തിപരമായി വിചാരിക്കും, ഞാനിപ്പോൾ കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ്. ലോകം മുഴുവൻ ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷനിലേക്ക് ട്രാവൽ ചെയ്യണം. പലപ്പോഴും നമ്മൾ റെസിസ്റ്റന്റ് ആകും. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ഓർക്കും, നമുക്കെല്ലാം ഈ ടെക്നോളജി ബേസ് ചെയ്തിട്ട് പഠിപ്പിക്കാനുള്ള ക്ലാസ് റൂമുകളുണ്ട്. എത്ര ശതമാനം അധ്യാപകർ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? നമുക്ക് വീഡിയോ കാണിക്കാമായിരുന്നു, നമുക്ക് പവർ പോയിന്റുകൾ കാണിക്കാമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കാൻ ധാരാളം വ്യത്യസ്തമായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ ലോകത്തിൽ മുഴുവൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള, ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന അധ്യാപകരിൽ നല്ലൊരു ശതമാനവും പേടിയോടുകൂടി അതിൽ നിന്ന് മാറി നിന്നവരാണ്. അവരിപ്പോഴും ആ പുസ്തകത്തിലുള്ളത് വായിച്ചു പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. ജിജി മിസ് പറഞ്ഞ പോലെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്ലാസ് റൂമിലെ ടെൻഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരൊന്ന് അടക്കിയിരുത്താനും അവരെ ഒന്ന് സംസാരിപ്പിക്കാതിരുത്താനും അവരോട് ഒരു വാക്ക് പറയാനും പെടുന്നതാണ്.
പക്ഷെ കഴിഞ്ഞ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ അവളുടെ ക്ലാസ് റൂം, അവളുടെ ഓൺലൈൻ ക്ലാസ് റൂം ഒബ്സർവ് കാണുന്ന കാര്യം, കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ ആഴ്ചകളിൽ ഒരു പക്ഷേ ടീച്ചർ അറ്റൻഡൻസ് എടുക്കാനും പിള്ളേരുടെ വിശേഷങ്ങൾ കേൾക്കാനും എടുത്തിരുന്ന 3/4% സമയം എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും ടീച്ചർ അറ്റൻഡൻസ് എടുത്ത് ടീച്ചർ വളരെ വളരെ രസകരമായ ക്ലാസ്സിലേക്ക് ട്രാവൽ ചെയ്യും, ഒരു പരീക്ഷ ഒരു ഇഫക്റ്റീവായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് ഈ ഒരു ട്രാൻസിഷൻ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ചർച്ച ചെയ്തു. ഫ്രാൻസിസ് സാറും തീർച്ചയായും പറഞ്ഞതുപോലെ നമുക്ക് ആ വിഷയത്തിലേക്ക് പോസിറ്റീവ് സാധ്യത ഇതിനു മുമ്പിൽ നിലനിൽക്കുന്നു. തീർച്ചയായും നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ആ വിഷയത്തിലേക്ക് വരാം. പ്രൊഫസർ KM ഫ്രാൻസിസ്, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ടെക്നോളജി ഡ്രിവൺ ആയ എഡ്യൂക്കേഷൻ വരുമ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഫീഡ് ചെയ്ത് വരുമ്പോൾ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഇത് സ്വീകരിക്കുന്ന കുട്ടികളും അത്തരത്തിലുള്ള ഓൺലൈൻ പ്രൊഡക്റ്റ് ആയിട്ട് മാറുമോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നിരീക്ഷിക്കുന്നത്? ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ എൻ്റെ 40ാമത്തെ വർഷമാണ് പഠിപ്പിക്കുന്നത്. ഇതുവരെ ചോക്കും ബോർഡും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ക്രമേണ ഇപ്പോൾ എനിക്ക് ഞാൻ ഈ 2 മാസം കൊണ്ട് പവർ പോയിൻ്റ് പഠിച്ചെടുത്തു. എക്സൽ എന്നതിൽ എങ്ങനെയാണ് മാത്സ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് പഠിച്ചെടുത്തു. ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി കുട്ടികൾക്ക് നോട്ട് പറഞ്ഞു കൊടുക്കാൻ പഠിച്ചു. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിലൂടെ പവർ പോയിൻറ്റിലൂടെ പ്രസൻറ്റ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഇതൊക്കെ അധ്യാപക സമൂഹത്തിൻ്റെ റിജിഡിറ്റിയെ ഒരു പരിധിവരെ മാറ്റാനായിട്ട് സഹായിച്ചു എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിലവിലുള്ള അധ്യാപക സമൂഹത്തിൻ്റെ പരമ്പരാഗത രീതികളിലേക്ക് ടെക്നോളജിയെ കൂടി ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യത ഇത് തുറന്നു തന്നു. ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് എ റിലേഷണൽ പേഴ്സണാലിറ്റി. ബന്ധം സ്ഥാപിച്ച് വളരണം. അപ്പോൾ അത്തരം ഒരു കാര്യമുണ്ട്. അത് ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ള കൊച്ചുകുട്ടിക്കാലത്തെ ടീച്ചർമാരോട് എനിക്ക് കൂടുതൽ സ്നേഹമുണ്ട്. കാരണം അവരാണ് ഇവരെ ഒരു ബെഞ്ചിലിരുത്താനും സൊസൈറ്റിയായിട്ട് ജീവിക്കാനും പഠിപ്പിക്കുന്നത്. വ്യക്തമാണ്. ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ലോകത്ത് എല്ലായിടത്തും ഉള്ളതല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്ത് അതൊരു ആശങ്ക മാത്രമല്ലേ അത് ഇങ്ങനെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലേക്ക് പോകുമെന്നൊക്കെ ഉള്ളത്? മറ്റു രാജ്യങ്ങളിൽ നടത്തുന്ന സംവിധാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത് ഉള്ളത്? അതായത് അതാത് രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അവരനുഭവിക്കുന്ന ടെക്നോളജിക്കലി അവർ അഡ്വാൻസ് ചെയ്തെങ്കിലും കൾച്ചറലി അവർ പിന്നാക്കം പോകുന്ന ഒരു പ്രശ്നം അവിടെ കാണാനുണ്ട്. അത് നാം തിരിച്ചറിയണം. അതിനോടൊപ്പം തന്നെ അതായത് ഈ ടെക്നോളജിയിൽ അമിതമായി ആശ്രയിക്കുന്ന ആ ഒരു സമയത്ത് കുട്ടികളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ അവരുടെ മൂല്യബോധത്തിലൊക്കെ ചെറിയ വ്യതിയാനം ഉണ്ടാകുന്നു എന്നൊരു ആശങ്കയാണ് സാറോടെ പങ്കുവച്ചത്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാതുക്കൽ, ഈ ഒരു നിരീക്ഷണത്തോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സാറ് പറഞ്ഞതിനെ 100% അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ മക്കളെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ ദേശത്തിൻ്റെ എല്ലാം ഭാവിയാണ്. ആ കുഞ്ഞുങ്ങൾ സാമൂഹിക ചുറ്റുപാടിൽ തന്നെ വളരണം. വിവിധ മതസ്ഥരായ നമ്മുടെ മക്കൾ ഒന്നിച്ചിരുന്ന് പഠിച്ച് വളരുമ്പോൾ വിവിധ സംസ്കാരങ്ങൾ അവർ കാണും, കേൾക്കും, പരസ്പരം ബന്ധപ്പെടും. സാർ പറഞ്ഞല്ലോ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ടെക്നോളജി വളർന്നു. അവിടെ യാതൊരു രീതിയിലും സാമൂഹിക ബന്ധങ്ങളില്ല, സാമൂഹികമായ കെട്ടുറപ്പില്ല. അങ്ങനെ കെട്ടുറപ്പുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ഒറ്റ മുറി വീട്ടിലേക്ക് ഒറ്റപ്പെടുക. പാരൻസിന് പോലും സമയമില്ല പുറത്തിറങ്ങി അടുത്ത വീട്ടിലേക്കൊന്ന് പോകാൻ. അവരും അവരുടെ ജോലി കഴിഞ്ഞുള്ള സമയവും അവരുടെ മിച്ചമുള്ള സമയവും ഈ വീട്ടിൽ പിള്ളേരുടെ കൂടെ ആയിരിക്കാൻ നിർബന്ധിതരാകുക. അപ്പം നമ്മുടെ മൊത്തത്തിലുള്ള സാമൂഹിക സുരക്ഷിത അവസ്ഥയെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ജിജി ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തിലും കൂടെ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കണം. അതായത് ടീച്ചർ പറഞ്ഞ സംഭവത്തെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പുത്തൻ ഈ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റി ടീച്ചർ പറഞ്ഞു. അത് അബ്സല്യൂട്ട്ലി 100% കറക്റ്റാണ്. നല്ലൊരു ശതമാനം സ്കൂളുകളിലും കുട്ടികൾ അടുത്ത അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച സമയത്താണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പുതിയ ടീച്ചേഴ്സാണ്. പല കുട്ടികൾക്കും ടീച്ചേഴ്സിനെ അറിയത്തില്ല, പല ടീച്ചേഴ്സിനും കുട്ടികളെ അറിയത്തില്ല. ജസ്റ്റ് സൂമിൽ കൂടെ കാണുന്നു, അല്ലെങ്കിൽ ഓൺലൈനിൽ കാണുന്നു, വീഡിയോയിലൂടെ കാണുന്നു എന്നല്ലാതെ
ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്, ഗുരു വിദ്യാർത്ഥി റിലേഷൻഷിപ്പ് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ട്. വലിയ അധികം അത് കുട്ടികളെ ബാധിക്കുന്നുണ്ട്. മറ്റൊരു വിഷയം, നമ്മുടെ ഈ പിള്ളേർ മാനസിക ശാരീരിക ഉല്ലാസത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഒപ്പം മോറൽ ബാക്ക്ഗ്രൗണ്ട്, മോറൽ വാല്യൂസ്, എനിക്കറിയത്തില്ല എത്രമാത്രം ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മുടെ കുട്ടികളിലേക്ക് മോറൽ വാല്യൂസ്, ധാർമ്മികമായ മൂല്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ മക്കളുടെ ടീച്ചേഴ്സിനോട് സൂചിപ്പിച്ചിരുന്നു. അവർ പഠിക്കുന്നത് പാലക്കാട് സെൻറ് ആൻഡ് സ്കൂളിലാണ്. അവിടെ അത് ക്ലാസ് ടീച്ചർമാർ നടപ്പിലാക്കുന്നുണ്ട്. കാരണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സമയം ചെലവഴിക്കുന്നു. കുട്ടികളോടൊപ്പം അവരോട് ചോദിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മോറൽ വാല്യൂസ് പകർന്നു കൊടുക്കുന്നു. പക്ഷെ അത് എത്രത്തോളം മറ്റ് സ്ഥലങ്ങളിൽ നടപ്പിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നടപ്പിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഒരു മൂല്യച്യുതി സംഭവിക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വ്യക്തമാണ്. ഫാദർ ജോസ് ബേസിൽ, നമുക്കറിയാം ഈ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ് അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷനൊക്കെ കുട്ടികൾ എടുത്തിട്ടുണ്ടാകാം, അതിനുള്ള ഫീസ് അടച്ചിട്ടുണ്ടാകാം, യൂണിഫോമും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ വാങ്ങി അവർ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടാകാം. അതായത് ഭാരിച്ച ഒരു ഫീസ് അല്ലെങ്കിൽ ഭാരിച്ച ഒരു തുക ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ മുടക്കിയിട്ടുണ്ടാകാം. അതിനുശേഷമാണ് ലോക്ക്ഡൌൺ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം എക്യുപ്മെന്റ്സ് ഒരുക്കാൻ വേണ്ടി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഒരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനും സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി വലിയ ഒരു തുക നമ്മുടെ മാതാപിതാക്കൾ ചെലവാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഈ മാതാപിതാക്കളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് ഒരു തരത്തിലും എല്ലാ സ്ഥാപനങ്ങളിലും സർക്കാർ ഉദ്യോഗസ്ഥരല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ജോലിയിലെ ശമ്പളം കട്ട് ചെയ്യുന്നു, അവരുടെ പല അലവൻസുകളും കട്ട് ചെയ്യുന്നു. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളത്തിലെ വലിയ ഒരു പക്ഷം മാതാപിതാക്കളും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കുട്ടികളുടെ ഫീസ് കുറയ്ക്കുന്ന കാര്യത്തിൽ അല്പം കൂടി ഒരു മയമുള്ള ഒരു നിലപാട് എടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഫീസ് നന്നായി കുറച്ചുകൊണ്ട് ആ ഒരു കുടുംബങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? എങ്ങനെയാണ് ഫാദർ ജോസ് ബേസിലിന് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? ലോകത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയ നടക്കുന്ന എല്ലാ മേഖലയിലും എല്ലാ ദേശത്തും ഈ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കേരളം മാത്രം നേരിടുന്ന, ഭാരതം മാത്രം നേരിടുന്ന ഒരു വെല്ലുവിളിയല്ല ഇത്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കർഷകരുടെ മക്കളുണ്ടാകാം, ബിസിനസ്സുകാരുടെ മക്കളുണ്ടാകാം, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മക്കളുണ്ടാകാം, പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയീസിൻ്റെ മക്കളുണ്ടാകാം, NRIസിൻ്റെ മക്കളുണ്ടാകാം, NRI വിഭാഗത്തിൽ തന്നെ ജോലി നഷ്ടപ്പെട്ടവരുടെ മക്കളുണ്ടാകാം. പിന്നെ സംഘടിതവും അസംഘടിതവും അല്ലാത്ത മേഖലയിൽ മിനിമം വരുമാനം കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കളുമൊക്കെ ഉണ്ടാകാം. ആഗ്രഹം കൊണ്ടുമൊക്കെ തങ്ങൾക്ക് പറ്റിയതൊന്നും തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സംഭവിക്കരുത് എന്ന് കരുതി മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കുന്ന മാതാപിതാക്കളുമൊക്കെ ഉണ്ടാകാം. എന്നാൽ ഞാൻ ചിന്തിക്കുക, ഏത് മാനേജ്മെൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ പ്രതിസന്ധി അതേ ഓരോ സമൂഹത്തിലും ജീവിക്കുന്ന മാനേജ്മെൻറ്റുകൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. അതിനാരും തന്നെ ഒരു പ്രക്ഷോഭം നടത്തേണ്ട കാര്യമില്ല, അതിനാരും തന്നെ ഒരു ധരണിയോ ഒരു സമരമോ നയിക്കേണ്ട കാര്യമില്ല. ഇൻഡിവിജ്വലായിട്ട് ഒരു മാനേജ്മെൻറ്റിനെ സമീപിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് ഏത് മാനേജ്മെൻറ്റിനും സാധിക്കും, അത് കൈകാര്യം ചെയ്യാനായിട്ട് ഏത് മാനേജ്മെൻറ്റിനും സാധിക്കുമെന്നുള്ളത് എനിക്കറിയാവുന്ന വസ്തുതയാണ്. കാരണം എനിക്ക് ഒത്തിരി മാനേജ്മെൻറ്റുകളുമായിട്ട്, സ്ഥാപന മാനേജ്മെൻറ്റുകളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഇവരൊക്കെ പറയുന്നൊരു കാര്യം, ആരെയും ഞങ്ങൾ ഈ പ്രതിസന്ധിയിൽ സഹായിക്കാനായിട്ട് റെഡിയാണ്. അതിനു വേണ്ടിയിട്ട് ആരും സംഘടിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരിട്ട് ചെന്ന് സ്കൂൾ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പളും ഈ മാനേജ്മെൻറ്റും ഒക്കെ ഈ സമൂഹത്തിൽ ഈ പ്രതിസന്ധി നേരിട്ട് അറിയുന്നവരും അനുഭവിക്കുന്നവരുമായ ആൾക്കാരൊക്കെയാണ്. പക്ഷെ ഞാനിവിടെ കാണുന്ന ഒരു പ്രതിസന്ധി, സ്കൂളുകൾ മാത്രം, മാനേജ്മെൻറ്റുകൾ മാത്രം ഇതിനോട് ക്രിയാത്മകമായി സഹകരിച്ചാൽ മതി എന്ന് പറയുന്നിടത്താണ് വെല്ലുവിളി. ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. ഇതൊരു അടിയന്തരമായ ശ്രദ്ധ പതിക്കേണ്ട ഒരു മേഖലയാണ്. സ്കൂളുകളെ സംബന്ധിച്ചോളം ഫീസ് പിടിക്കണം, പ്രത്യേകിച്ച് അൺഎയ്ഡഡ് മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ചോളം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് ഗവൺമെൻറ് സഹായങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ലെന്നുള്ളത് ഒരു വാസ്തവമാണ്.
അങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴും നമ്മുടെ അധ്യാപകർക്ക്, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സാലറി കൊടുക്കണമെന്നുള്ളത് മാനേജ്മെൻറ്റിന് അറിയാം. ഫീസ് കൊടുത്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മാതാപിതാക്കൾക്കും അറിയാം. എന്താ ഗവൺമെൻറ് ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് എന്താണ് ഫാദർ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അധ്യാപകർക്ക് സാലറി കൊടുക്കണം, PF അടയ്ക്കണം, ESI അടയ്ക്കണം, പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കണം, ഇൻസ്റ്റിറ്റ്യൂഷൻ ടാക്സ് അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഫീസ് കുറയ്ക്കുന്ന മാനേജ്മെൻറ്റുകൾക്ക് ഈ മേഖലയിൽ ചില റിഡക്ഷൻസ് ഗവൺമെൻറ് എന്തുകൊണ്ട് അനുവദിച്ചു കൊടുത്തുകൂടാ? ഒരു വർഷത്തേക്ക് ഈ കോവിഡ് കാലം അതിജീവിക്കുന്നത് വരെ PF-ൻ്റെ പെർസെൻറ്റേജ് അങ്ങ് കുറയ്ക്കുക, ESI-യുടെ പെർസെൻറ്റേജ് അങ്ങ് കുറയ്ക്കുക, പ്രൊഫഷണൽ ടാക്സിൻ്റെ പെർസെൻറ്റേജ് അങ്ങ് കുറയ്ക്കുക. ബേസിലച്ചൻ, അങ്ങനെയെങ്കിൽ നമ്മുടെ ചെലവുകൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ലേ? ആ ഒരു വശം കൂടി നമ്മൾ കാണേണ്ടതല്ലേ? ചെലവുകൾ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഡെയിലി അനുദിന കാര്യങ്ങളിൽ ഇലക്ട്രിസിറ്റിയുടെ മേഖലയിൽ മാത്രമേ ഒരു പ്രതിസന്ധി, ഒരു ചെലവിൻ്റെ മേഖലയിൽ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ടാണ് മാനേജ്മെൻറ്റും അധ്യാപകരും ഒക്കെ ഈ മേഖലയിൽ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുക. അതായത് ഈ ഇലക്ട്രിസിറ്റി ഒഴികെയുള്ള എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വരുന്നുണ്ട്. കാരണം ഏറ്റവും പഠന പ്രക്രിയ ഏറ്റവും ആയാസരഹിതമാക്കാനായിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിശ്ചിത പെർസെൻറ്റും അല്ല, അതിൽ കൂടുതൽ എമൗണ്ട് ഈ മേഖലയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിനെല്ലാം, പ്രത്യേകിച്ച് അൺഎയ്ഡഡ് മേഖല ആകുമ്പോൾ ഇതിനെല്ലാം പണം കൊടുത്താണ് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടാണ് കാര്യങ്ങളെ ക്രമീകരിക്കുക. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലഘട്ടം മുന്നിൽ കണ്ടുകൊണ്ടല്ല, പ്രതിസന്ധി വന്നപ്പോഴത്തേക്കാണ് നമ്മളിതിനെ എല്ലാം തരണം ചെയ്യാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിലെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളുടെ ഫീസ് കുറയും എന്ന ഒരു സൂചനയാണ് അച്ഛൻ തരുന്നത്. യാതൊരു സംശയമില്ല. അതിന് ആ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ കുറച്ചും കൂടി അങ്ങനെയെങ്കിൽ എന്ത് സമീപനമാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നിവേദനങ്ങൾ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള റിക്വസ്റ്റുകളാണ് ഈ മാനേജ്മെന്റുകൾ സർക്കാരിന് മുമ്പിൽ മുന്നിലേക്ക് വെച്ചത്? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാണല്ലോ. പ്രതിസന്ധി ഉണ്ട്, ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു അപേക്ഷ കൊടുത്തിട്ട് കൊടുത്തതിന് ശേഷമേ ഞങ്ങൾ പരിഗണിക്കത്തുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു സമൂഹത്തിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഭരണാധികാരികൾക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റും. കാരണം ബാക്കി ഒരു മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിൽ ഇവർ ഗവൺമെൻറ് ഒരു സഹായം കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ സർക്കാരിന്റെ വാദം ഇങ്ങനെയാണ്, അവർ വലിയൊരു പ്രതിസന്ധിയിലാണ്. കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ അറിയാമല്ലോ, അവർ വലിയൊരു പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കാം അവരിതിനെ മറുപടി പറയുക. അങ്ങനെ ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഇവിടുത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ പേരൻസ് എയ്ഡഡ് മേഖലയിലേക്കോ ഗവൺമെൻറ് മേഖലയിലേക്കോ ചെല്ലും എന്നുള്ള ഒരു അയഞ്ഞ സമീപനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പലപ്പോഴും വായനകൾക്കിടയിലൂടെയും നിരീക്ഷണങ്ങൾക്കിടയിലൂടെയും. അഡ്വക്കേറ്റ് ജസ്റ്റിൻ, അച്ഛൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് താങ്കളുടെ ഒരു നിലപാട് കൂടി ഒന്ന് പറയാമോ? ഒരു പേരന്റ് നിലയിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതിനോട് എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 5 മക്കളുണ്ട്. 5 പേര് CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണ്. അവർ എനിക്ക് 2 കുഞ്ഞുങ്ങൾക്ക് വർഷങ്ങളായിട്ട് തന്നെ ഫ്രീ എഡ്യൂക്കേഷനാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥകൾ അറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ മയത്തിലുള്ള സമീപനമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്വീകരിക്കുന്നത്. പല സ്ഥലത്തും മാനേജ്മെൻറ്റുകൾ, പല ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ബഹുമാനപ്പെട്ട ബേസിലച്ചൻ പറഞ്ഞതിനോട് എനിക്ക് പറയാനുള്ളത്, മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തിൽ ഈ കാര്യത്തിൽ ഒരു ഏകീകൃതമായ ഒരു സമീപനം അവരുടെ ഭാഗത്ത് നിന്ന് പൊതുജനത്തോട് പറയത്തക്ക രീതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ആരോപണങ്ങൾ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവർ പറയുന്നത് ആകെ ഫീസ് പിരിക്കാനും ഈ ക്ലാസ് ഇടാനും വേണ്ടി മാത്രമാണ് ഇവർ ബന്ധപ്പെടുന്നത് എന്ന് പറയുന്നത്. ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സ്ട്രോങ് ആയിട്ട് ഒന്നിച്ച് ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ ഇത്ര ശതമാനം ഫീസ് കുറയ്ക്കുന്നു, ഞങ്ങൾ ഇന്ന നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് ഈ ജനത്തെ ബോധ്യപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്ത് ശക്തമായ രീതിയിലൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കിതിനകത്ത് നേട്ടം കിട്ടുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഒരിക്കലും ബ്ലെയിം ചെയ്യത്തില്ല. പക്ഷേ കൂട്ടായിട്ട് ഇത് സമൂഹ മധ്യത്തിലേക്ക് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിനെ
ഗവൺമെൻറ് തലയിലേക്ക് ഇടുന്നതിന് പുറകിലും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള, അപ്പം മുമ്പേ നിതിൻ പറഞ്ഞതുപോലെയുള്ള പല രീതിയിലുള്ള ഡിഫൻസുകളും വരും. അത് യാതൊരു തർക്കവുമില്ല. ഇതിൽ വേറൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ ബസ് ഓണേഴ്സ് അവർ മാസങ്ങളായിട്ട് ബസ് ഓടിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് ടാക്സിൽ ഇളവ് കൊടുത്തിരിക്കുന്നു. ഈ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കുട്ടികളുടെയും ഫീസ് പകുതിയാക്കുക എന്ന ഒരു നയം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പം ഞങ്ങൾ സെൻറ്റ് തോമസ് കോളേജിൻ്റെ, ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗമാണ്. അപ്പം ഞങ്ങൾ കമ്മിറ്റിയിലെടുത്ത തീരുമാനം അച്ഛൻ പറഞ്ഞതാണ്, അതായത് ഏതെങ്കിലും കുട്ടിക്ക് പണമടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ എയ്ഡഡ് കോളേജായ ഞങ്ങളുടെ കോളേജിൽ പാരൻസ് വിദ്യാർത്ഥികളും നൽകേണ്ട ഫീസിനെ ഒന്നുകിൽ ഒഴിവാക്കി കൊടുക്കും, അല്ലെങ്കിൽ അത് പകുതിയാക്കി കൊടുക്കും. അത് എല്ലാവരോടും ഒരുപോലെ സമീപനം എടുത്തു കഴിഞ്ഞാൽ ചെലവ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാതിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യം, ഒരു പൊതുമാനദണ്ഡം എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമായത് എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചാൽ ഫിനാൻഷ്യലായിട്ട് മാനേജ്മെൻറ്റുകൾ ബാങ്ക്രപ്റ്റ് ആകും, അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു പൊതു നിലപാടിലേക്ക് വരാത്തതെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ഫ്രാൻസിസ് സാറ് പറയുമ്പോൾ, ഫ്രാൻസിസ് സാർ ഒരു എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത്, എയ്ഡഡ് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നാണ് പറയുന്നത്. ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. അതേസമയം പ്രൈവറ്റ്, പ്രത്യേകിച്ചും അൺഎയ്ഡഡ് മേഖലയിലുള്ള അധ്യാപകരുടെ പോലും പരാതി, അവരുടെ സാലറികൾ പകുതിയാക്കപ്പെട്ടു, അല്ലെങ്കിൽ 1/3 കട്ട് ചെയ്യപ്പെട്ടു എന്നാണ്. ഇത് അറിയുന്ന പാരൻസ് ആണ് പ്രതികരിക്കുന്നത്. അതെ, അവരാണ് ചോദ്യം ചോദിക്കുന്നത്. അതിനുള്ള ആനുപാതികമായിട്ടുള്ള എന്ത് കുറവാണ് വരുത്തിയെന്നൊരു ചോദ്യം അവിടെയാണ് വരുന്നത്. എന്താണേലും അതിലൊരു വളരെ ഉചിതമായൊരു നടപടി അധികാരിയുടെ ഭാഗത്തു നിന്ന് ആണെന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറഞ്ഞതിനോട് ചില മേഖലയിൽ ഞാൻ യോജിക്കുമ്പോഴും ചില മേഖല എനിക്ക് വിയോജിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി സ്ഥാപനങ്ങളിൽ മാതാപിതാക്കളെ മാനേജ്മെൻറ്റിനെയോ പ്രിൻസിപ്പളിനെയോ സമീപിച്ചപ്പോഴത്തേക്ക് അവർക്കെല്ലാവർക്കും ഓരോ രീതിയിൽ, ഓരോ റേഷ്യോയിൽ ഫീസ് റിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫീസ് റിഡക്ഷൻ കിട്ടിയവരാരും ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു തലമെന്ന് എനിക്ക് തോന്നുക. അച്ഛാ, ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു, പറഞ്ഞ ആളാണ്. അതെ, ശ്രീമതി ജിജി ടീച്ചറിലേക്ക് ഞാൻ വരാം. നമ്മുടെ കുട്ടികൾ ഓൺലൈനിൽ ഈ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് അധ്യാപികയാണ്, ഈ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഒരു ഇവരുടെ ലേണിംഗ് പ്രോസസ്സ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം, മിക്ക കോളേജുകളിലും ഈ പെയ്ഡ് സൂം അക്കൗണ്ട് ഒന്നും ഉണ്ടാകില്ല. നമ്മൾ 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ക്ലാസ് തീരും. ഈ അറ്റൻഡൻസ് ഒക്കെ വിളിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഏകദേശം ഈ സമയത്തിൻ്റെയൊക്കെ ഏകദേശം ഒരു ഭാഗം തീർന്നു കഴിയും. ഇങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് ഈ കുട്ടികളുടെ ലൈഫിൽ അവർക്ക് ഇതിനകത്ത് ക്രിയാത്മകമായ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ബിക്കോസ് കുട്ടികൾ എപ്പോഴും, ഇപ്പം ഞാൻ ഡീൽ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളെ, അപ്പോൾ വലിയ കുട്ടികളായാലും അതേ മെത്തഡോളജി തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിലും ഫോളോ ചെയ്യുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ അവര് സെൻസോറിയൽ ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്ന് പറയും. നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ അവർക്ക് എക്സ്പോഷർ കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഭയങ്കരമായിട്ടും എഫക്റ്റ് ആയിട്ടുണ്ട്. കാര്യം അത് വീട്ടിലിരുന്ന് ചെയ്യാം. ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പേരൻസിന് ചെയ്യാം, പക്ഷെ അതൊരു ലിമിറ്റിൽ വരെ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ആസ് ദ പാരന്റ് റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ ജസ്റ്റിൻ പറഞ്ഞ പോലെ വർക്കിംഗ് പേരൻസ് ഉണ്ട്. അപ്പൊ വർക്കിംഗ് പേരൻസിന് രാത്രി വന്നിട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എക്സ്പോഷർ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ടും എഫക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ പരീക്ഷകളും എക്സാമുകളും ഒക്കെ വരുന്നത്. അപ്പൊ ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ ചില ഒരു പെർസെന്റേജ് ഓഫ് കുട്ടികൾക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് വഴിയാണ് കുട്ടികൾ പഠിക്കത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ടീച്ചേഴ്സിന്റെ ഒരു ഭാഗമാകുമ്പോൾ 3 തട്ടത്തിലാണ് കുട്ടികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിൽ. വിഷ്വൽ ലേണേഴ്സ്, കണ്ടു പഠിക്കുക, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, കേട്ട് പഠിക്കുക. പിന്നെ ഉള്ളത് അവസാനത്തെ ഭാഗമാണ് കൈനസ്തെറ്റിക് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. സോ ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ക്ലാസ് റൂമിലുള്ള അത് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ടും എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ലിമിറ്റ് വരെ ടീച്ചേഴ്സിനെ പറയാൻ പറ്റത്തേ ഉള്ളൂ പാരന്റ്സിനോട്,
ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. പക്ഷെ ചെയ്യാത്തവരെ നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്യില്ല, ബിക്കോസ് അത് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. വർക്കിംഗ് പാരന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും നമ്മൾ ഒരു ടൈം അലോട്ട്മെന്റ് ഉണ്ടാവും. അതൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ടും അത് എഫക്റ്റ് ആവുന്നുണ്ട്. ഇത് എഫക്റ്റ് ആവുന്നതോടുകൂടെ ഒരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആണ് അത്. എന്നിട്ട് വേറെ ഒന്നുമല്ല, നമുക്ക് ആ കുട്ടി പഠിച്ചിട്ടുണ്ടോ ഇല്ലേ, ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടോ, മെമ്മറി ഉണ്ടോ, അങ്ങനെ ഒരു വിലയിരുത്തൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഇവാലുവേഷൻ അധ്യാപകർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശങ്ക. അത് തന്നെയാണ് അധ്യാപികമാർ പറയുന്നത്. എഫക്റ്റഡ് ആണ്. നമുക്ക് ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് വർക്ക്ഷീറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അവർക്ക് പാരന്റ്സിന് സപ്പോർട്ട് വേണമെങ്കിൽ പാരന്റ് തിരിച്ചു വരാം. ശ്രീ ജിൻഡോ മാത്യു, നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കുകളിൽ ഒന്ന് ഡിജിറ്റൽ ഡിവൈഡ് എന്നാണ്. അതായത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം മൊബൈൽ ഫോണും മറ്റ് ഡിവൈസുകളും ഒക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ അതില്ല, അല്ലെങ്കിൽ സ്മാർട്ട് TV ഇല്ലെങ്കിൽ കുട്ടികൾ വളരെ അപകർഷതാ ബോധത്തിലേക്ക് പോവുകയും ആ ഒരു അപകർഷതാ ബോധം നമ്മുടെ നാട്ടിലെ ആത്മഹത്യകൾ വരെ നമ്മുടെ നാട്ടിൽ അതിന് വരെ കാരണമായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ കുട്ടികളുടെ ഈ മാനസികാരോഗ്യം അത് പരിപാലിക്കുവാൻ, അല്ലെങ്കിൽ ഇവരുടെ ഈ ടെൻഷൻസ്, ആൻസൈറ്റി, ഇതിനെയൊക്കെ പരിഹരിക്കുവാൻ എന്ത് പ്രതിവിധിയാണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്? ശ്രീ ജിൻഡോ മാത്യു. നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളും പറയുമ്പോഴും ഏത് കാര്യമാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടെയും സംഭവിക്കും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒത്തിരി കാലമായിട്ട് പറയുന്ന ഒരു വാക്കാണ് ടെലിവിഷൻ കുട്ടികളെ ചീത്തയാക്കുന്നു, ടെലിവിഷൻ മനുഷ്യരെ ചീത്തയാക്കുന്നു. നമ്മൾ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ടെലിവിഷൻ എന്ത് തെറ്റാ ചെയ്യുന്നത്? ടെലിവിഷൻ ഒരു പെട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നു എന്നുള്ളതേ. ഈ ടെലിവിഷൻ കാണാൻ വേണ്ടി, പല ചാനലുകൾ കാണാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള റിമോട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മോശമാകുന്നത്. എന്ന് പറയുന്നത് പോലെ ടെക്നോളജിക്ക് ഒരു വലിയ നെഗറ്റീവ് സൈഡ് ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അത് കാണാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളോട് ഇത്രയും കാലം TV ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്ന മാതാപിതാക്കൾ നിർബന്ധിതരാകുന്നു അവരോട് അത് ഉപയോഗിക്കാൻ പറയും. അത് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ മാതാപിതാക്കളെക്കാൾ മിടുക്കരായ, സ്മാർട്ടായ, എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾ ഈ ടെക്നോളജിയിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ വളരെ ബുദ്ധിപൂർവ്വം മാതാപിതാക്കളെ പറ്റിക്കുകയാണ്. ഇപ്പോഴും മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരിപ്പോഴും ഇതിനെ ഇഫക്റ്റീവായി പഠിക്കാൻ തയ്യാറാവുന്നുള്ളത്. എങ്ങനെ ഉപയോഗിക്കണം, കുട്ടികൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണണം, ഇതൊന്നും ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നമ്മുടെ ഒരു കുട്ടികളുടെ മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് വലുതായിട്ട് അഫക്ട് ചെയ്യും. ഇപ്പൊ കാണുന്നതൊക്കെ വെറും സൂചനകൾ മാത്രമാണ്. ഇത് ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ, ഞാൻ പേടിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. അടുത്തൊരു വർഷം കൂടി ഇത് നീണ്ടു നിന്ന് വിചാരിച്ചു, നമുക്ക് സ്കൂളുകൾ തുറക്കാൻ പറ്റില്ലെന്ന് നമ്മൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് റെമഡി കണ്ടുപിടിക്കണം. ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൃത്യമായ മാതാപിതാക്കളുടെ കൃത്യമായ ഒരു ഗൈഡൻസിന് ആവശ്യമുണ്ട്. ഈ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളുടെ ക്ലാസ്സുകൾ വൈകുന്നേരങ്ങളിലേക്കൊക്കെ ആക്കി മാറ്റുന്നുണ്ട് പല സ്കൂളുകളും. കാരണം പേരൻസ് ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ. മാതാപിതാക്കളുടെ ശ്രദ്ധ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തുമാത്രം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് റിയാലിറ്റി. നമ്മുടെ കുട്ടികൾ സ്വതന്ത്രമായി ഫോൺ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വതന്ത്രമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ വീടുകളിൽ ഇന്റർനെറ്റ് സുലഭമാകുമ്പോൾ അവരെങ്ങോട്ടൊക്കെ യാത്ര പോകുന്നു എന്ന് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ പറ്റും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും, കാര്യങ്ങൾ അവരുടെ കൂടെ ചില സമയങ്ങൾ ഉണ്ടാകാൻ പറ്റുമായിരിക്കും. പക്ഷെ ബേസിക്കലി ഈ കുട്ടികൾ ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാൻ നമുക്ക് സാഹചര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇത് പറയുമ്പം ഞാൻ ഇത് ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരാം. നമ്മുടെ ഗാഡ്ജറ്റ്സിൽ എന്തൊക്കെ കാണുന്നു അറിയാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. പേരൻസിന് റാൻഡമായിട്ട് ചെക്ക് ചെയ്യാം. പക്ഷെ അതൊരു നെഗറ്റീവ് യൂസിലേക്ക് പോയാൽ അപകടമാണ്. അപ്പൊ അങ്ങനെ അതിനെ സഹായിക്കുന്ന ചില ഗാഡ്ജറ്റ് ചില മൊബൈൽ ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. ഒരു ദിവസം എത്രമാത്രം ഇതിലൂടെ കടന്നുപോയി, എന്തുമാത്രം കാര്യങ്ങൾ കണ്ടു, ഇതിലൂടെയൊക്കെയാണ് കടന്നുപോയി, ഏതൊക്കെയാണ് മേജർ വെബ്സൈറ്റിൽ ഇവർ ചെക്ക് ചെയ്തതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോൾ ഈ ടെക്നോളജിയിലൂടെ അവൈലബിൾ ആണ്. 3, നമ്മുടെ കുട്ടികളുടെ ഒരു വലിയ പ്രശ്നം ഇത്തരം ഗാഡ്ജറ്റ്സ്, അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിലേക്ക് ഇൻവോൾവ് ചെയ്യും, അതിലേക്ക് ഒതുങ്ങിക്കൂടും. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു പാവ കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ കുറെ കാലത്തേക്ക് ആ പാവയാണ് ആ കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അതെ, അങ്ങനെ ഒരു പാവയായി മാറില്ലേ ഈ മൊബൈൽ ഫോൺ എന്നതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശങ്ക. അതെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിൽ നിന്ന് അവരെ പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കുന്ന നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട് അതിന് ചെറിയ ചുറ്റളവ് മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ. അവരെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികൾ നമ്മൾ കമ്പൽസറി ആയിട്ട് നിർബന്ധിച്ച് ചെയ്തു വെക്കും. വ്യക്തമാണ്. തിരിച്ചു വരാം. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ, ഇവിടെ ശ്രീ ജിൻഡോ മാത്യു പറഞ്ഞ ഒരു കാര്യമുണ്ട്.
ഇതിന് ഒരു പ്രതിവിധി, ഈ ഓൺലൈൻ അഡിക്ഷനിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അതിനൊരു പ്രതിവിധി മാതാപിതാക്കളുടെ ഇടപെടലാണ്. കുട്ടികളെക്കാൾ കൂടുതലായിട്ട് മാതാപിതാക്കൾ സ്മാർട്ട് ആകണം എന്ന ഒരു ആശയമാണ് പങ്കുവച്ചത്. ഏറ്റവും ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്ത് പ്രതിവിധിയാണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ശ്രീ ജിൻഡോ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ളൊരു വിഭാഗമാണ് ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ എല്ലാ സാധ്യതകളും, മൊബൈൽ ഫോണിൻ്റെ ഒക്കെയുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ അറിയുന്ന ഒരു വിഭാഗം എന്ന് പറയപ്പെടുന്നത് വളരെ മൈനോറിറ്റിയാണ്. മെജോറിറ്റി വിഭാഗം പാവപ്പെട്ട കർഷകർ, പാവപ്പെട്ട കൂലിവേലക്കാർ, പാവപ്പെട്ട ജോലിക്കാർ, അവർക്കൊന്നും അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇതിൻ്റെ എല്ലാ അനന്തസാധ്യതയാണ്. ലോക്ക്ഡൌണിൽ അവരെല്ലാവരും പഠിച്ചു, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വരെ പഠിച്ചു എന്നുള്ളതൊരു സത്യമാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇതിനകത്തേക്കുള്ള ഇൻവോൾവ്മെൻറ്റിൻ്റെ 10% പോലും അവർക്ക് വന്നിട്ടില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്, ഇപ്പം നമ്മുടെ സ്കൂളുകളാണേലും നമ്മുടെ മാനേജ്മെൻറ്റുകളാണേലും നമ്മുടെ സർക്കാരാണേലും ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാരൻസിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ഇതിനുള്ള ഒരു അവയർനെസ് കൊടുത്ത് അതിനെ തുടർന്ന് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ പാരൻസും അവെയറായനും കുട്ടികളും അവെയറായനും. ഇത് കുട്ടികൾ ഒരു സൈഡിൽ കൂടെ പോകുന്നു, പാരൻസ് വേറൊരു സൈഡിൽ കൂടെ പോകുന്നു, ആകപ്പാട് ബഹളമാണ്. ഈ സാധനം ഒന്ന് തിരിച്ചു കിട്ടാൻ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥ. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഹോംവർക്കുണ്ട്, നോട്ട് എഴുതിക്കൊണ്ടിരിക്കുക, എക്സാമാണ്, തിരിച്ചു കിട്ടാൻ പറ്റാത്ത അവസ്ഥ. പല പാരൻസും പരാതി പറയുന്നുണ്ട്. ഇത് പാരൻസിന് കൊടുക്കേണ്ടിയിരുന്ന ഒരു അവയർനെസ്സിൽ വന്നു പോയ വലിയൊരു വീഴ്ച ഇതിനകത്ത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു അവയർനെസ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ആ അവയർനെസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടെ എനിക്ക് അതിനോട് കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് അതിനോട് ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ ഹെൽത്തിനെ ഇതെങ്ങനെ ബാധിക്കുന്നതെന്നും കൂടെ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നാളത്തെ സമൂഹത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തലമുറയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കണ്ണിൻ്റെ കാഴ്ചയെ, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ, അവരുടെ സൈക്കോളജിക്കൽ പവറിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു, എത്രമാത്രം ഇതിനെ ദുരന്തമായിട്ട് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് ഒരു അവയർനെസ് പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഫാദർ ബേസിൽ, ഈ ഒരു നിർദ്ദേശത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം രണ്ട് തരത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ട് രണ്ട് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഒന്നാമത് ബയോളജിക്കൽ ഡെവലപ്മെൻറ്റ് സ്വാഭാവികമായിട്ട് നടക്കും. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഒരുപക്ഷെ നടന്നു എന്നിരിക്കാം. പക്ഷേ ഇന്നോവേറ്റീവ് മേഖലയിൽ, സോഷ്യൽ മേഖലയിൽ, ഇമോഷണൽ മേഖലയിൽ, മെൻ്റൽ മേഖലയിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നാളെ കേരളം നേരിടേണ്ടതായിട്ട് വരും. കേരളത്തിൽ ഇനി ഒത്തിരി കണ്ണടക്കടകൾ ഉണ്ടാകേണ്ടി വരും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ വാല്യൂ എഡ്യൂക്കേഷൻ, നമ്മുടെയൊക്കെ സ്വകാര്യ കോളേജുകളിൽ, സ്കൂളുകളിലൊക്കെ ഈ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓൺലൈനിൽ. അതും ഒരു പോരായ്മയല്ലേ? ഈ ഒരു കാര്യങ്ങളിൽ എന്ത് പ്രായോഗിക നിർദ്ദേശമാണ് അച്ഛൻ നിർദ്ദേശിക്കാനുള്ളത്? ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് വലിയ നിർബന്ധമില്ല. നമ്മുടെ പേരൻസ്, കഴിഞ്ഞ തലമുറയിലെ പേരൻസ് ഓൺലൈൻ വിദ്യാഭ്യാസങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കുടുംബങ്ങളുടെ ആത്മബന്ധത്തിലൂടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. അത് ഒരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം അതെന്ത് ചെയ്തു? അത് അധ്യാപകർ കൊടുത്താൽ മതി, ഞങ്ങൾ സ്വതന്ത്രമായി എല്ലാം കൊടുക്കേണ്ടത് അധ്യാപകരാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ, സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ടതാണെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിനുണ്ടായി. അതുകൊണ്ട് ഞാൻ പറയും, മാതാപിതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ കുറച്ചും കൂടി ഗൗരവബോധമുള്ളവരായിട്ട്, ചുമതലാബോധമുള്ളവരായിട്ട്, ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഈ ധാർമ്മിക മേഖലയിലെ മൂല്യച്യുതി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. പ്രൊഫസർ കെ എം ഫ്രാൻസിസ്, ഈ ചർച്ചയുടെ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നമുക്ക് മുന്നിൽ വിൽക്കുന്ന ആ ഒരു വാട്ട്സ് നെക്സ്റ്റ്, അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് ലോകം, അല്ലെങ്കിൽ കോവിഡാനന്തര ലോകത്തെ എങ്ങനെയായിരിക്കാം ഈ ഒരു സംവിധാനം മാറ്റിമറിക്കുന്നത്? എന്ത് ജാഗ്രതയാണ് താങ്കൾക്ക് ഈ വിദ്യാർത്ഥികളോട് നിർദ്ദേശിക്കാനുള്ളത്? ജിജി ടീച്ചർ ഒരു പ്രത്യേക കാര്യം പറയുകയുണ്ടായി. അതായത് കുട്ടികൾക്ക് വിഷ്വൽസാണ് അവരുടെ ലേണിങ്ങിൻ്റെ ഒരു ബേസിസ് എന്ന്. ആ പറഞ്ഞ കാര്യം കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമായവരും തങ്ങളുടെ ജീവിതത്തെ അവരേറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് ആർക്കാണ് മതിവരിക? അപ്പോൾ വിഷ്വൽ മീഡിയയെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കുകയും
അതൊരു അഡിക്ഷനിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരു ന്യൂനപക്ഷം അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അതേസമയം തന്നെ വിഷ്വൽ മീഡിയയിൽ പ്രായമായാലും കുടുങ്ങുന്നവർ അതൊരു അഡിക്ഷനായിട്ട് മാറിപ്പോവുകയും അവരുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് പകരം രസിക്കുക എന്നൊരവസ്ഥയിലേക്ക് അവർ ചുരുങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള വളർച്ചയ്ക്ക് പകരം പഞ്ചേന്ദ്രിയബദ്ധമായ ഒരു കാഴ്ചയിൽ ഒതുങ്ങുന്ന കുട്ടികളായിട്ട് അധപതിക്കാനുള്ളൊരു സാധ്യതയെ സമൂഹം മുൻകൂട്ടി കാണണം. കാഴ്ചയിൽ നിന്ന് ചിന്തയിലേക്കുള്ള ട്രാൻസിഷൻ വരുത്താനായിട്ടുള്ള ബോധപൂർവമായ ഇടപെടലുകൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വളരെയധികം കുട്ടികൾ നേരത്തെ മനഃശാസ്ത്രപരമായി പറഞ്ഞ പോലെ പാവയിൽ ഒരു കുട്ടി ആകൃഷ്ടനായാൽ ആ പാവ തന്നെ പിന്തുടരുന്ന പോലെ ചില സ്ഥലങ്ങളിൽ ആങ്കേർഡാവും. നങ്കൂരം പോലെ പോയി ഒരു പ്രത്യേക രീതിക്ക് മാത്രം അടിമകളാകുന്ന, അത് വീണ്ടും വീണ്ടും കാണുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരാനുള്ള സാധ്യത നാം മുൻകൂട്ടി കാണണം. എത്രയും പെട്ടെന്ന് സാമൂഹികമായ വളർച്ച നടത്തുന്ന ക്ലാസ് മുറികളിലേക്ക് തന്നെ സമൂഹത്തെ തിരികെ കൊണ്ടുവരണം എന്നതാണ് എൻ്റെ കൃത്യമായ അതായത് സ്കൂളുകൾ, നമ്മുടെ കുട്ടികൾ വളരെയധികം ആഗ്രഹിക്കുന്നത് പോലെ സ്കൂളുകൾ തുറക്കുമ്പോൾ, അല്ലെ, അവരുടെ കളിസ്ഥലങ്ങൾ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അയൽവക്കത്തേക്ക് അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമ്പോൾ, പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാൻ സാധിക്കുമ്പോൾ, കൂട്ടുകാരെ കാണാൻ സാധിക്കുമ്പോഴൊക്കെ അവരുടെ സൗഹൃദം വളരുകയും അവരുടെ ഒരു മനസ്സ് തുറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഇത്തരം ആൻസൈറ്റികളും ടെൻഷൻസും ഒക്കെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രൊഫസർ കെ എം ഫ്രാൻസിസ്. തീർച്ചയായിട്ടും അത് കുറഞ്ഞു പോകും. അത് മാത്രമേ അതിനെ ഒരു മാർഗമുള്ളൂ. ഈ കളി എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള തോറ്റ് ജയിച്ച് തോൽവിയെ നേരിടാൻ പഠിക്കുന്നത് പോലും കളിയിലൂടെയാണ്. അതെ. അപ്പോൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത് സാമൂഹിക ബന്ധങ്ങളിലൂടെ മാത്രമേ മനുഷ്യൻ്റെ പൂർണ്ണതയിലെത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ ദൈവത്തെ പോലും കാണുന്നത് ദൈവം ബന്ധമാണ്. ബന്ധങ്ങളിലൂടെയാണ് ഓരോ വ്യക്തിയും വളരേണ്ടത്. അതിനുള്ള സാഹചര്യമാണ് സ്കൂളുകൾ, കളിസ്ഥലങ്ങൾ, സാമൂഹിക ജീവിതം. അതിനെ ബാലൻസായി കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത പാരൻസും സമൂഹവും ഒരുമിച്ചിരുന്ന് ചിന്തിക്കണമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. നിതിൻ ഒരു മിനിറ്റ്. നിതിൻ, 5 മക്കൾ അത്യാവശ്യം കളിക്കാൻ സൗകര്യങ്ങളൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ വളരുന്ന എൻ്റെ മക്കൾ എല്ലാ ദിവസവും വൈകുന്നേരം ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കളി, ഓപ്പൺ മുറ്റത്തിറങ്ങി കളികളൊക്കെ ഉണ്ട്. ആ കുഞ്ഞുങ്ങൾ പോലും സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ ഇടുങ്ങിയ ചുറ്റുപാട് ജീവിക്കുന്ന, ഫ്ലാറ്റുകളിൽ ജീവിക്കുന്ന, ചെറിയ ചുറ്റുപാടുകൾ ജീവിക്കുന്ന 1, 2 മക്കളുള്ള വീടുകളിലെ കുട്ടികൾ എത്രമാത്രം സ്കൂളുകളിലേക്ക് ഓടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഫ്രാൻസ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ സത്യമാണ്. വ്യക്തമാണ്. COVID-19 നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും മാറ്റിമറിച്ചപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഓൺലൈൻ വിദ്യാഭ്യാസം എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധ്യതയാണ്. ഇതിന്റെ സാധ്യതകൾ കണ്ടെത്തി, അതിന്റെ പോസിറ്റീവ് വശങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് മുമ്പിലുള്ള വഴി. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കുട്ടികൾ മൊബൈൽ ഫോണിലും ഗാഡ്ജറ്റ്സിനും മുമ്പിൽ അടിമകളാകുമ്പോൾ അത് നമുക്ക് മുന്നിൽ വെക്കുന്ന ആശങ്കകളാണ് ഈ ചർച്ചയിൽ ഈ പ്രശസ്ത വ്യക്തികളൊക്കെ നമ്മളോട് സംബന്ധിച്ചത്. അത് നമ്മുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്, ശ്രദ്ധയോടെ ഇടപെടേണ്ട വിഷയമാണ്. മാതാപിതാക്കൾക്ക് മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങൾക്കും സ്വകാര്യ മാനേജ്മെന്റുകൾക്കും സ്കൂൾ മാനേജ്മെന്റുകൾക്കൊക്കെ ഈ വിഷയങ്ങളിൽ കൃത്യമായ ഉത്തരവാദിത്വത്തോടുള്ള ഒരു നടപടി ഇനിയെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇവിടെ ശ്രീ ജിൻഡോ മാത്യു പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കളിപ്പാട്ടം പോലെ അല്ലെങ്കിൽ കളിപ്പാവ പോലെ അവർ ഇത്തരം സംവിധാനങ്ങളെ അവർ സ്നേഹിക്കുമ്പോൾ ഇത് ഭാവിയിൽ വരുത്തി വെക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കാം. ഇവിടെയാണ് കരുതലുള്ള ഇടപെടൽ നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ കളിസ്ഥലങ്ങൾ എത്രയും വേഗം തുറക്കട്ടെ. നമ്മുടെ അടച്ചിട്ട മുറികളൊക്കെ തുറന്ന് കുട്ടികൾ സംവദിക്കുവാനും സംസാരിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ഒക്കെയുള്ള അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ. അതിന് നമ്മുടെ സ്കൂളുകൾ വേഗമേ തുറന്ന് നമ്മുടെ കുട്ടികളെ വലിയ രീതിയിലുള്ള അവസരങ്ങളുടെ വാതായനങ്ങളിലേക്ക് തുറന്നു വിടട്ടെ എന്ന ഒരു പ്രതീക്ഷയാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത പ്രൊഫസർ കെ എം ഫ്രാൻസിസ്, ഫാദർ ജോസ് ബേസിൽ,
അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, ശ്രീ ജിൻഡോ മാത്യു, ശ്രീ ജിജി 5 പേർക്കും നന്ദി.